ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടൊരു ജ്യൂസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്കൊന്ന് കട്ടാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ തൊലി ആദ്യം ഇതേപോലെ മുകളിൽ ചെറുതായൊന്ന് വരച്ചു കൊടുത്തിട്ട് ഇതേപോലെ കയ്യിലതിൻ്റെ തൊലി എടുത്താൽ മതി. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ഇതേപോലെ നമുക്ക് എടുത്ത് കളയാവുന്നതാണ്. കണ്ടില്ലേ, എന്താ ഭംഗിയല്ലേ ഇതിനകത്ത് കാണാൻ, നല്ല എള്ള് പാകിയ പോലെ ഉണ്ട്. ഇനി ഞാനിതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. കാര്യമായി മറ്റുള്ള ഇൻഗ്രീഡിയൻ്റ് ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നൊരു ജ്യൂസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. കട്ട് ചെയ്ത ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ഈ ജ്യൂസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം ഒരു പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത്രയുള്ളൂ. മിക്സിയിൽ അരച്ച് കൊണ്ടുവന്ന് ഇതാ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീം ചേർക്കാം, അതുപോലെ നട്ട്സ് ചേർക്കാം. അങ്ങനെയൊക്കെ ചേർത്ത് ഇതിൻ്റെ ഭംഗിയും ടേസ്റ്റും കൂട്ടാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കാര്യമായിട്ടൊന്നും ചേർക്കുന്നില്ല. കുറച്ച് ഭംഗിക്ക് വേണ്ടി സ്ട്രോബെറി ഞാൻ ഈ ഗ്ലാസിൻ്റെ സൈഡിൽ പിടിപ്പിച്ച് കൊടുക്കുകയാണ്. ഇതൊന്നും ആവശ്യമില്ല കേട്ടോ, ഒരു ഓപ്ഷണലാണ്. അപ്പോൾ ചങ്ങായിമാരെ, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് കുടിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ. സൂപ്പർ. അടിപൊളി. അപ്പോൾ ചങ്ങായിമാരെ, മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.